കൊമേഴ്സ് ക്യാബിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻ്റർനാഷണൽ കമ്മോഡിറ്റി എഗ്രിമെൻറ്റ്സിനെ കുറിച്ചാണ്. അപ്പം കമ്മോഡിറ്റി എഗ്രിമെൻറ്റ്സിനെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പായി കമ്മോഡിറ്റി എന്താണെന്ന് നോക്കാം. കമ്മോഡിറ്റി എന്ന വാക്ക് കൊണ്ട് അർത്ഥമാക്കുന്നത് ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാനുഫാക്ചറിങ് പ്രോസസ്സിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന ഇൻപുട്ട് അഥവാ റോ മെറ്റീരിയൽസിനെയാണ് കമ്മോഡിറ്റി എന്ന് പറയുന്നത്. അതിനൊരു വാല്യൂ ആഡ് ചെയ്തിട്ടില്ല. അതതിൻ്റെ ഒറിജിനൽ സ്റ്റേജിലിരിക്കുന്നത് കൊണ്ട് തന്നെ അത് ഫുഡ് ക്രോപ്സ് ആണെങ്കിൽ അത് വളർത്താനോ കോൾ പോലെയുള്ളതൊക്കെ ആണെങ്കിൽ മൈൻ ചെയ്തെടുക്കാനോ ഒക്കെ കഴിയും, അതായത് ഖനനം ചെയ്തെടുക്കാനായിട്ട് കഴിയും. ടൈപ്സ് ഓഫ് കമ്മോഡിറ്റീസ് ജനറലി പറയുവാണെങ്കിൽ അഗ്രികൾച്ചറൽ കമ്മോഡിറ്റി ഉണ്ട്, എനർജി കമ്മോഡിറ്റി ഉണ്ട്, മെറ്റൽസ് കമ്മോഡിറ്റി ഉണ്ട്. ഇങ്ങനെ ഈ 3 രീതിയിലാണ് കമ്മോഡിറ്റീസിനെ ക്ലാസിഫൈ ചെയ്യാറുള്ളത്. അഗ്രികൾച്ചറൽ കമ്മോഡിറ്റിയിൽ വീറ്റ്, ഷുഗർ കെയിൻ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്നു. എനർജി കമ്മോഡിറ്റിയിൽ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ക്രൂഡ് ഓയിൽ ഉൾപ്പെടെയുള്ള എനർജി സോഴ്സസിനെ നമുക്ക് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റും. അതുപോലെ മെറ്റൽ കമ്മോഡിറ്റിയിൽ പറയുമ്പം ജ്വല്ലറിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഗോൾഡ്, സിൽവർ ഇതൊക്കെയാണ് മെറ്റൽ കമ്മോഡിറ്റിയുടെ എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുന്നത്. ഡെവലപ്പിംഗ് കൺട്രീസിൻ്റെ ഇക്കണോമിയെ കമ്മോഡിറ്റീസ് വളരെയധികം സഹായിക്കുന്നുണ്ട്. ഈ കമ്മോഡിറ്റീസിൻ്റെ ട്രേഡ് ഡെവലപ്പിംഗ് കൺട്രീസിൻ്റെ ഇക്കണോമിയെ സ്ട്രെങ്തൻ ചെയ്യാൻ സഹായിക്കുന്നൊരു കാര്യമാണ്. കമ്മോഡിറ്റീസ് എക്സ്പോർട്ട് ചെയ്യുന്നതിലൂടെ ഈ ഡെവലപ്പിംഗ് കൺട്രീസിന് അവരുടെ ഇക്കണോമിയെ സ്റ്റേബിളായിട്ട് നിർത്താൻ സാധിക്കുന്നുണ്ട്. ഇപ്പം ഡെവലപ്പിംഗ് കൺട്രീസിൻ്റെ എക്സ്പോർട്ടിൽ 60 to 70% എക്സ്പോർട്ട് നടക്കുന്നതും ഇങ്ങനെയുള്ള കമ്മോഡിറ്റീസിൻ്റെ എക്സ്പോർട്ടാണ്. മാനുഫാക്ചറിങ് പ്രോഡക്ട്സിനേക്കാളും കമ്മോഡിറ്റീസിൻ്റെ എക്സ്പോർട്ടാണ് കൂടുതലായിട്ട് ഡെവലപ്പിംഗ് കൺട്രീസിൽ നടക്കുന്നത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കമ്മോഡിറ്റി എന്ന് പറഞ്ഞാൽ ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ഫൈനലായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇൻസേർട്ട് ചെയ്യുന്ന കുറച്ച് ഇൻപുട്സിനെയാണ് റോ മെറ്റീരിയൽസ്, അല്ലെങ്കിൽ അതിനെ റോ മെറ്റീരിയൽസിനെയാണ് കമ്മോഡിറ്റി എന്ന് പറയുന്നത്. അപ്പം വേൾഡ് ട്രേഡിൽ കമ്മോഡിറ്റീസിൻ്റെ ഷെയർ എടുക്കുമ്പം ചില കണക്കുകൾ പ്രകാരം സ്റ്റഡി ഡിക്ലൈനാണ് ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. അതായത് വേൾഡ് ട്രേഡിൽ കമ്മോഡിറ്റി ട്രേഡ് ചെയ്യുമ്പോൾ ഡിക്ലൈനാണ് ഓരോ വർഷവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ മാനുഫാക്ചേർഡ് പ്രോഡക്റ്റ്, അതായത് ഫൈനൽ പ്രോഡക്റ്റിൻ്റെ ട്രേഡ് അതിൻ്റെ ഷെയർ എടുക്കുമ്പോൾ ഗ്രോത്താണ് കാണിക്കുന്നത്. എന്നാൽ കമ്മോഡിറ്റീസിൻ്റെ കേസിൽ വരുമ്പോഴത്തേന് കമ്മോഡിറ്റീസിൻ്റെ ട്രേഡ് വേൾഡ് മാർക്കറ്റിൽ കുറവും, എന്നാൽ ഫിനിഷ്ഡ് ഗുഡ്സ് അതായത് മാനുഫാക്ചേർഡ് പ്രോഡക്ട്സിൻ്റെ ട്രേഡിൽ ഗ്രോത്തുമാണ് കാണിക്കുന്നത്. ഇങ്ങനെ പ്രൈമറി പ്രോഡക്ട്സിൻ്റെ ഷെയറിൽ ഡിക്ലൈൻ വരാനുള്ള കുറച്ച് കാരണങ്ങളുണ്ട്. അതെന്തുവാണെന്ന് കണ്ടെത്തണം. അതിലൊന്നാമത്തേതാണ് ഡിമാൻഡ് ഫോർ പ്രൈമറി പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. അതിൽ പ്രൈമറി പ്രോഡക്ട്സിൻ്റെ പ്രൈസിലും അതുപോലെ വോളിയൂം ഓഫ് പ്രോഡക്ട്സിലും ഉണ്ടാകുന്ന ഇൻസ്റ്റബിലിറ്റി ഇങ്ങനെയുള്ള ഡിക്ലൈനിന് ഒരു റീസണായിട്ട് മാറാറുണ്ട്. അതായത് ഡെവലപ്പിംഗ് കൺട്രീസിൻ്റെ എക്സ്പോർട്ട് അൺസ്റ്റേബിളാണ്. ട്രെൻഡിനനുസരിച്ച് ബൂമും റിസഷനും കാണിക്കാറുണ്ട്. അപ്പം ഈ പ്രൈമറി പ്രോഡക്ട്സ് അതിൻ്റെ പ്രൈസിലും വ്യത്യാസം വരും, അതുപോലെ തന്നെ വോളിയൂം ഓഫ് പ്രോഡക്ട്സിലും വ്യത്യാസം വരാറുണ്ട്. 1960 മുതൽ 80 വരെ ഉള്ള ഒരു പീരീഡിൽ ആയിരുന്നു ഇങ്ങനെ എക്സ്പോർട്ടിലൊരു ഇൻസ്റ്റബിലിറ്റി കൂടുതലായിട്ട് ഉണ്ടായത്. ഡെവലപ്ഡ് കൺട്രീസിൻ്റെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനെ ഡിപ്പെൻഡ് ചെയ്തായിരുന്നു ഈ പ്രൈമറി പ്രോഡക്ട്സിൻ്റെ ഡിമാൻഡ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പം മിക്ക ഡെവലപ്പിംഗ് കൺട്രീസും എക്സ്പോർട്ടിന് വേണ്ടിയിട്ടായിരുന്നു പ്രൈമറി പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പ്രൈമറി പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ നേരത്തെ പറഞ്ഞ കമ്മോഡിറ്റിയുടെ മറ്റൊരു പേരാണ് പ്രൈമറി പ്രോഡക്ട്സ്. അതായത് ഫിനിഷ്ഡ് പ്രോഡക്ട്സിന് വേണ്ടിയിട്ട് ഇൻസേർട്ട് ചെയ്യുന്ന കുറച്ച് റോ മെറ്റീരിയൽസിനെയാണ് പ്രൈമറി പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. അപ്പം ഡെവലപ്ഡ് കൺട്രീസിൻ്റെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ബിസിനസ് സൈക്കിളിന് അനുസരിച്ചായിരിക്കും. ബൂം പീരീഡിൽ പ്രൈമറി പ്രോഡക്ട്സിൻ്റെ ഡിമാൻഡ് കൂടുകയും അതുപോലെ തന്നെ പ്രൈസ് കൂടുകയും ചെയ്യും. ഡിമാൻഡും പ്രൈസും ഒരുപോലെ കൂടുന്നു. ഈ വർധനവ് പ്രൈമറി പ്രോഡക്ട്സിൻ്റെ സപ്ലൈയിലൊരു ഇൻഇലാസ്റ്റിസിറ്റി കൊണ്ടുവരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഒന്നാമത്തെ ഈ പ്രൈമറി പ്രോഡക്റ്റിൻ്റെ വേൾഡ് ഷെയറിൽ ഡിക്ലൈൻ വരാനുള്ള ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് എന്തുവായിരുന്നു? ഡിമാൻഡ് ഫോർ പ്രൈമറി പ്രോഡക്ട്സിൻ്റെ ഡിമാൻഡ് ആണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മൈൻ ഓണേഴ്സിന് അവരുടെ ഡിമാൻഡ് കുറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അവരുടെ പ്രൊഡക്ഷൻ നിർത്താൻ പറ്റുമോ? ഇല്ല. അപ്പം പ്രൊഡക്ഷൻ അവർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതുപോലെ ക്രോപ്സിൻ്റെ കാര്യമാണെങ്കിലും
പെട്ടെന്ന് തന്നെ സപ്ലൈ അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഇപ്പം ടീ പ്ലാന്റേഷൻ്റെ കേസിൽ 10-12 വർഷം എടുത്തിട്ടാണ് ആ ടീ പ്ലാന്റേഷൻ അതിലൊരു ഗ്രോത്ത് അത് ഗ്രോ ചെയ്യുന്നത്. അവിടെ പ്രൈസ് കൂടാം കുറയാം. ഡെവലപ്ഡ് കൺട്രീസിൻ്റെ ബിസിനസ് ഫേസിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇതെല്ലാം നടക്കുന്നത്. അൺഎക്സ്പെക്റ്റഡ് ആണ്, അത് നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇങ്ങനെ പ്രൈസിലുണ്ടാകുന്ന ഇൻസ്റ്റബിലിറ്റി എക്സ്പോർട്ട് ഏർണിങ്സിലും ഇൻസ്റ്റബിലിറ്റി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ പ്രൈസിലും ഡിമാൻഡിലും ഉണ്ടാകുന്ന മാറ്റം പ്രൈമറി പ്രോഡക്ട്സിൻ്റെ ട്രേഡിനെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ടെന്നാണ് ഒന്നാമത്തെ പോയിന്റിൽ പറയുന്നത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഡെവലപ്പിംഗ് കൺട്രീസ് മാത്രമല്ല പ്രൈമറി പ്രോഡക്ട്സ് എക്സ്പോർട്ട് ചെയ്യുന്നത്. ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസും ഈ പ്രൈമറി പ്രോഡക്ട്സുമായിട്ട് ഡീൽ ചെയ്യാറുണ്ട്. പക്ഷേ ഡെവലപ്പിംഗ് കൺട്രീസാണ് കൂടുതലായിട്ട് ഈ പ്രൈമറി പ്രോഡക്ട്സിനെ എക്സ്പോർട്ട് ചെയ്യാറുള്ളത്. ഇനിയും അടുത്തൊരു ഏരിയ ആണ് നെറ്റ് ബാർട്ടർ ടേംസ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത്. അതിൽ പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ എക്സ്പോർട്ട് ഗുഡ്സിൻ്റെയും ഇമ്പോർട്ട് ഗുഡ്സിൻ്റെയും പ്രൈസ് തമ്മിലുള്ള റേഷ്യോയാണ് നെറ്റ് ബാർട്ടർ ടേംസ് എന്ന് പറയുന്നത്. നെറ്റ് ബാർട്ടർ ടേംസ് ഓഫ് ട്രേഡ് എന്ന കോൺസെപ്റ്റ് ഇക്കണോമിസ്റ്റുകൾ ഉപയോഗിക്കുന്നത് ഇൻ്റർനാഷണൽ ട്രേഡിൽ നിന്നുള്ള ഗെയിനിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അടുത്ത ഒരു പോർഷനാണ് ഗ്രോസ് ബാർട്ടർ ടേംസ് ഓഫ് ട്രേഡ്. ഇതെന്ന് പറഞ്ഞാൽ ഇത് ഒരു രാജ്യത്തിൻ്റെ ഇമ്പോർട്ടിൻ്റെയും എക്സ്പോർട്ടിൻ്റെയും ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള റേഷ്യോ കാൽക്കുലേഷനാണ്. അതായത് നെറ്റ് ബാർട്ടറിൽ എക്സ്പോർട്ടും ഇമ്പോർട്ടും തമ്മിലുള്ള പ്രൈസിൻ്റെ റേഷ്യോ ആയിരുന്നു കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഗ്രോസ് ബാർട്ടറിൽ വരുമ്പോഴത്തേന് എക്സ്പോർട്ടും ഇമ്പോർട്ടും തമ്മിലുള്ള ക്വാണ്ടിറ്റിയുടെ റേഷ്യോയാണ് ഗ്രോസ് ബാർട്ടർ ടേംസ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത്. എക്സ്പോർട്ട് ക്വാണ്ടിറ്റിയെ ഇമ്പോർട്ട് ക്വാണ്ടിറ്റിയുമായിട്ട് ഡിവൈഡ് ചെയ്ത് റേഷ്യോ കണ്ടുപിടിക്കുന്നതിനെയാണ് ഗ്രോസ് ബാർട്ടർ ടേംസ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഒരു പോയിൻ്റാണ് ഇൻകം ടേംസ് ഓഫ് ട്രേഡ്. അതിൽ വാല്യൂ ഓഫ് എക്സ്പോർട്ടിനെ യൂണിറ്റ് വാല്യൂ അഥവാ പ്രൈസ് ഓഫ് ഇമ്പോർട്ടുമായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇത് നെറ്റ് ബാർട്ടർ ടേംസ് ഓഫ് ട്രേഡ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് വരുന്ന കാര്യമാണ്. ഇതിനകത്ത് സിമ്പിളായിട്ട് പറയുമ്പം വാല്യൂ ഓഫ് എക്സ്പോർട്ടിനെ യൂണിറ്റ് വാല്യൂ അതായത് പ്രൈസ് ഓഫ് ഇമ്പോർട്ടുമായിട്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ഇതാണ് ഇൻകം ടേംസ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത്. അടുത്ത പോർഷനാണ് കമ്മോഡിറ്റി മാർക്കറ്റ് ആൻഡ് ട്രാൻസ്നാഷണൽ കോർപ്പറേഷൻസ്. കമ്മോഡിറ്റി മാർക്കറ്റ്സ് എന്ന് പറയുന്നത് ഫ്രീ മാർക്കറ്റ്സ് അല്ല. കമ്മോഡിറ്റി മാർക്കറ്റ് എന്ന് പറയുമ്പം ഫിസിക്കൽ അല്ലെങ്കിൽ വെർച്വൽ ആയിട്ടുള്ളൊരു മാർക്കറ്റ് പ്ലേസ് ആണ്. അവിടെ പ്രൈമറി പ്രോഡക്ട്സ് അഥവാ ഈ റോ മെറ്റീരിയൽസിൻ്റെ ട്രേഡിംഗ് ആണ് കൂടുതലായിട്ട് നടക്കുന്നത്. ഇപ്പം ഏകദേശം 100 പ്രൈമറി കമ്മോഡിറ്റീസിൻ്റെ ട്രേഡ് നടക്കുന്ന 50ഓളം കമ്മോഡിറ്റി മാർക്കറ്റാണ് ലോകത്ത് എമ്പാടും ഉള്ളത്. അപ്പം കമ്മോഡിറ്റീസിനെ നമ്മൾ ഹാർഡ് ആൻഡ് സോഫ്റ്റ് കമ്മോഡിറ്റീസ് എന്ന് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഹാർഡ് കമ്മോഡിറ്റി എന്ന് പറയുമ്പം നാച്ചുറൽ റിസോഴ്സസിനെ നമ്മൾ എക്സ്ട്രാക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ മൈൻ ചെയ്ത് എടുക്കേണ്ടതാണ്. അതായത് ഗോൾഡ്, കോള് ഇതുപോലെയുള്ളത് ഇതൊക്കെ നമ്മൾ എക്സ്ട്രാക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ മൈൻ ചെയ്ത് എടുക്കേണ്ടതായ കമ്മോഡിറ്റീസിനെയാണ് ഹാർഡ് കമ്മോഡിറ്റീസ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് സോഫ്റ്റ് കമ്മോഡിറ്റീസ്. സോഫ്റ്റ് കമ്മോഡിറ്റീസ് എന്ന് പറയുമ്പം അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ്, വീറ്റ്, അതുപോലെ കോഫി അതുപോലെയുള്ള കമ്മോഡിറ്റീസിനെയാണ് സോഫ്റ്റ് കമ്മോഡിറ്റീസ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ കമ്മോഡിറ്റി മാർക്കറ്റ് ഫ്രീ മാർക്കറ്റ് അല്ല. ഫ്രീ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഒരു കൺട്രോള് ഇല്ലാത്തതാണ് ഫ്രീ മാർക്കറ്റ്. അപ്പം ഫ്രീ മാർക്കറ്റ് എന്ന പേര് കേൾക്കുമ്പോഴേ നമുക്ക് മനസ്സിലാകും ഗവൺമെൻറ്റിൻ്റെ കർശനമായ കൺട്രോളൊന്നുമില്ലാതെ ഫ്രീ ആയിട്ട് ഡിമാൻഡിൻ്റെയും സപ്ലൈയുടെയും ഒക്കെ ബേസിലുള്ള എക്കണോമിക് സിസ്റ്റത്തിനെയാണ് ഫ്രീ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഈ കമ്മോഡിറ്റി മാർക്കറ്റിൽ മോണോപോളിസ്റ്റിക് അല്ലെങ്കിൽ ഒളിഗോപോളിസ്റ്റിക് ആയിട്ടുള്ള എലമെൻറ്റ് വരുന്നുണ്ട്. TNCയുടെ കൺട്രോളും വരുന്നുണ്ട്. ഇപ്പം ട്രാൻസ്നാഷണൽ കമ്പനിയെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇതിന് മുന്നേ ഉള്ള വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ പോയി കാണണം. അതിൽ അയൺ ഓർ അലുമിനിയം പോലെയുള്ളതിൻ്റെ കൺട്രോള് ഈ TNCക്കായിരിക്കും വരുന്നത്. TNC എന്ന് പറഞ്ഞാൽ ട്രാൻസ്നാഷണൽ കോർപ്പറേഷൻസിനായിരിക്കും വരുന്നത്. അടുത്ത ഏരിയ ആണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിമാൻഡ് ഫോർ പ്രൈമറി കമ്മോഡിറ്റീസ്. പ്രൈമറി കമ്മോഡിറ്റീസിൻ്റെ ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിലെ ഒന്നാമത്തെ ഫാക്ടറാണ് ടെക്നോളജിക്കൽ ഫാക്ടർ.
ടെക്നോളജിയിലുണ്ടായ വലിയ മാറ്റം നമ്മുടെ പ്രൈമറി പ്രോഡക്ട്സിൻ്റെ ഡിമാൻഡിൽ ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇപ്പം യുദ്ധത്തിൻ്റെ സമയത്താണെങ്കിൽ പ്രൈമറി പ്രോഡക്ട്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഇൻഡസ്ട്രീസിനെ നല്ല രീതിയിൽ അത് ബാധിച്ചു. പ്രൈമറി പ്രോഡക്ട്സിൻ്റെ ഇൻഡസ്ട്രീസിൻ്റെ പ്രൈമറി പ്രോഡക്ട്സ് ഡീൽ ചെയ്യുന്ന ഇൻഡസ്ട്രീസിൻ്റെ പ്രൊഡക്ഷനെ അത് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്തു. അപ്പം പ്രൈമറി പ്രോഡക്ട്സിൻ്റെ ഒരു അഭാവം മൂലം ആ സമയത്ത് എന്ത് ചെയ്തു, ഈ പ്രൈമറി പ്രോഡക്ട്സിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. പ്രൈമറി പ്രോഡക്ട്സ് ഡെവലപ്പ് ചെയ്യാൻ കഴിയാഞ്ഞ സാഹചര്യത്തിൽ അവരെന്ത് ചെയ്തു, അതിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ ടെക്നോളജിക്കൽ ഫാക്ടർ എന്ന് പറയുന്നത് ഒരു പ്രൈമറി കമ്മോഡിറ്റീസിൻ്റെ ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. രണ്ടാമത്തെയാണ് ടെക്നോളജിക്കൽ ഇന്നൊവേഷൻസ്. അപ്പം ടെക്നോളജിക്കൽ ഇന്നൊവേഷൻസ് എന്ന് പറഞ്ഞാൽ ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് ഇമ്പോർട്ട് ചെയ്യുന്നതിൽ ഒരു കുറവ് വരുത്താൻ ഈ ടെക്നോളജിക്കൽ ഇന്നൊവേഷൻസിന് കഴിഞ്ഞു. അതായത് ടെക്നോളജിക്കൽ ഇന്നൊവേഷൻ കാരണം റോ മെറ്റീരിയൽസിൻ്റെ ഇമ്പോർട്ട് കുറയ്ക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ടെക്നോളജിക്കൽ ഇന്നൊവേഷൻസിനകത്ത് പറയുന്നത്. അടുത്തൊരു ഫാക്ടറാണ് ചേഞ്ചസ് ഇൻ ദി സ്ട്രക്ചർ ഓഫ് അഡ്വാൻസ്ഡ് ഇക്കണോമി. അഡ്വാൻസ്ഡ് ഇക്കണോമീസിൻ്റെ സ്ട്രക്ചർ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. അഡ്വാൻസ്ഡ് കൺട്രീസിൽ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് സർവീസ് ഇൻഡസ്ട്രിയും അതുപോലെ തന്നെ ഹൈ ടെക്നോളജി ഇൻഡസ്ട്രീസും ഒക്കെയാണ് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇങ്ങനെയുള്ള ഇൻഡസ്ട്രീസ് റോ മെറ്റീരിയൽ ഇൻറ്റൻസീവ് അല്ലാത്തത് കൊണ്ട് തന്നെ റോ മെറ്റീരിയൽസിൻ്റെ ഡിമാൻഡും കുറയും. ഇതിനെ ഡീകൂപ്പിംഗ് ഓഫ് ഇൻഡസ്ട്രി അഥവാ ഡീകൂപ്പിംഗ് ഓഫ് റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നു. അതായത് റോ മെറ്റീരിയൽ ഇൻറ്റൻസീവ് അല്ലാത്ത ഇൻഡസ്ട്രീസാണ് അഡ്വാൻസ്ഡ് കൺട്രിയിൽ കൂടുതലായിട്ട് ഉള്ളത് കൊണ്ട് തന്നെ റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഈ പ്രൈമറി പ്രോഡക്ട്സിൻ്റെ ഡിമാൻഡിനെ ഇത് നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. അടുത്ത ഒരു ഫാക്ടറാണ് ഇൻ്റർനാഷണൽ ഡെറ്റ് ഓഫ് ഡെവലപ്പിംഗ് കൺട്രീസ് എന്ന് പറഞ്ഞാൽ മിക്ക പ്രൈമറി പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡെവലപ്പിംഗ് കൺട്രീസും ഇൻഡെപ്റ്റഡാണ്. അതായത് കടമെടുത്തിട്ടാണ് അവർ ട്രേഡ് ചെയ്യുന്നത്. അവരുടെ ക്രെഡിറ്റേഴ്സിന് അവർ കടം റീപേ ചെയ്തേ പറ്റത്തുള്ളൂ. ഇപ്പം മാർക്കറ്റിലുള്ള പ്രൈസ് ഫേവറബിൾ അല്ലെങ്കിൽ പോലും അവരെടുത്ത ഡെറ്റ് റീപേ ചെയ്യേണ്ട ബാധ്യത അവർക്കുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ എക്സ്പോർട്ട് ചെയ്യണം. എക്സ്പോർട്ട് എന്ന് പറയുന്നത് ഒരു ഇൻകം ഏണിംഗ് സോഴ്സ് ആയതുകൊണ്ട് തന്നെ അവർ ഫേവറബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ പോലും അവർ കൂടുതൽ എക്സ്പോർട്ട് ചെയ്യാനായിട്ട് ബാധ്യസ്ഥരാകുകയാണ് ചെയ്യുന്നത്. അപ്പം ഇൻ്റർനാഷണൽ ഡെറ്റ് ഓഫ് ഡെവലപ്പിംഗ് കൺട്രീസും ഒരു ഫാക്ടറായിട്ട് നിൽക്കുന്നുണ്ട്. ഇനിയും നമ്മൾ മെയിനായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നോക്കാൻ പോകുന്നത്, ഇൻ്റർനാഷണൽ കമ്മോഡിറ്റി എഗ്രിമെൻറ്റ്സ്. കമ്മോഡിറ്റി എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന കൺട്രീസും കൺസ്യൂം ചെയ്യുന്ന കൺട്രീസും തമ്മിലുള്ള അറേഞ്ച്മെൻ്റാണ് മാർക്കറ്റിനെ സ്റ്റെബിലൈസ് ചെയ്യാനും ആവറേജ് പ്രൈസിനെ റേസ് ചെയ്യാനുമുള്ള കോൺട്രാക്റ്റ് അല്ലെങ്കിൽ അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ കമ്മോഡിറ്റി എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. ഇനി ഇൻ്റർനാഷണൽ കമ്മോഡിറ്റി എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഇൻ്റർ ഗവൺമെൻറ്റൽ അറേഞ്ച്മെൻ്റാണ്. പ്രൈമറി പ്രോഡക്ട്സിൻ്റെ പ്രൈസിനെ സ്റ്റെബിലൈസ് ചെയ്യാനും അതിൻ്റെ പ്രൊഡക്ഷനും ട്രേഡുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എഗ്രിമെൻ്റാണ് ഇൻ്റർനാഷണൽ കമ്മോഡിറ്റി എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. 3 എഗ്രിമെൻ്റാണ് കമ്മോഡിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻ്റർനാഷണൽ കമ്മോഡിറ്റി എഗ്രിമെൻറ്റിൽ വരുന്നത്. ഒന്നാമത്തേത് മൾട്ടിലാറ്ററൽ കോൺട്രാക്റ്റ് എഗ്രിമെൻറ്റ്, രണ്ടാമത്തേത് ഇൻ്റർനാഷണൽ ബഫർ സ്റ്റോക്ക്, മൂന്നാമത്തേത് എക്സ്പോർട്ട് റെസ്ട്രിക്ഷൻ എഗ്രിമെൻറ്റ്. ഇത് 3 വരുന്നത്. ഇനി കോട്ട എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് പീരീഡിൽ എക്സ്പോർട്ട് ചെയ്യാനോ ഇമ്പോർട്ട് ചെയ്യാനോ ഉള്ള ഗുഡ്സിൻ്റെ ക്വാണ്ടിറ്റിയിൽ ഗവൺമെൻറ് വയ്ക്കുന്ന ലിമിറ്റാണ് കോട്ട എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. അതായത് എക്സ്പോർട്ട് റെസ്ട്രിക്ഷൻ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. ഈ ടൈപ്പ് എഗ്രിമെൻ്റ് മോസ്റ്റ്ലി കോഫി, ഷുഗർ, പിന്നെ ടീ ഇതുപോലെയുള്ള കമ്മോഡിറ്റീസിലാണ് വരുന്നത്. മൾട്ടിലാറ്ററൽ എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസിങ് കൺട്രീസും കൺസ്യൂമിങ് കൺട്രീസും തമ്മിലുള്ള മൾട്ടിപ്പിൾ പാർട്ടീസ് തമ്മിലുള്ള എഗ്രിമെൻ്റാണ്. ഇനിയും ബഫർ സ്റ്റോക്ക് എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലാർജ് ഇൻവെസ്റ്റർ, പ്രത്യേകിച്ച് ഒരു ഗവൺമെൻറ് ഹൈ സപ്ലൈ ഉള്ള സമയത്ത് ലാർജ് ക്വാണ്ടിറ്റീസിൽ കമ്മോഡിറ്റീസ് വാങ്ങിക്കുന്നു, എന്നിട്ട് അത് സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്നു. പക്ഷേ അവരത് ഉടനെ ഒന്നും സെയിൽ ചെയ്യത്തില്ല, ട്രേഡ് ചെയ്യത്തില്ല. പക്ഷേ സപ്ലൈ കുറവുള്ള സമയത്ത് ഈ ഇൻവെസ്റ്റർ അത് സെല് ചെയ്യും. പ്രൈസ് സ്റ്റെബിലൈസ് ചെയ്യാനായിട്ടാണ് ഇങ്ങനെ
ചെയ്യുന്നത്. ഡിമാൻഡും സപ്ലൈയും ഒക്കെ ബാലൻസ് ചെയ്ത്, ഡിമാൻഡിനെ സപ്ലൈയും ബാലൻസ് ചെയ്തുകൊണ്ട് പ്രൈസിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബഫർ സ്റ്റോക്ക് എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്നത്. ഇനിയും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻ്റർനാഷണൽ കമ്മോഡിറ്റി എഗ്രിമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിലൊന്നാമത്തെ എഗ്രിമെൻ്റാണ് ഇൻ്റർനാഷണൽ റബ്ബർ എഗ്രിമെൻറ്റ്. IRA എഗ്രിമെൻറ്റ്സ് എന്നാണ് ഇതിനെ പറയുന്നത്. ഈ എഗ്രിമെൻറ്റ് നെഗോഷിയേറ്റ് ചെയ്തത് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ഓഫ് കമ്മോഡിറ്റീസിൻ്റെ കീഴിലാണ്. അതായത് 6 ഒക്ടോബർ 1979 ഇതിനെക്കുറിച്ച് തീരുമാനമെടുത്തെങ്കിലും ഇത് നിലവിൽ വന്നത് 1982 ഏപ്രിലാണ്. പിന്നെ UNCTAD കീഴിൽ, UNCTAD എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനുണ്ട്. ആ ഓർഗനൈസേഷൻ്റെ കീഴിൽ സൈൻ ചെയ്ത ആദ്യത്തെ എഗ്രിമെൻ്റ് കൂടിയാണ് ഈ എഗ്രിമെൻറ്റ്. പിന്നെ നാച്ചുറൽ റബ്ബറിൻ്റെ വിലയിൽ വന്ന ഒരു ദീർഘകാലത്ത് ഒരു ഇടിവുണ്ടായി. അതായത് റബ്ബറിൻ്റെ വിലയിൽ കുറേ നാളത്തേക്ക് ഇടിവ് സംഭവിച്ച ഒരു സമയത്ത് അതിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബഫർ സ്റ്റോക്ക് മാനേജർ നാച്ചുറൽ റബ്ബർ വാങ്ങിക്കാനായിട്ട് തുടങ്ങി. ഈ എഗ്രിമെൻ്റ് കൊണ്ട് 1981 82 ഒരു പർട്ടിക്കുലർ ലിമിറ്റിനുള്ളിൽ റബ്ബറിൻ്റെ വിലയെ നിലനിർത്താൻ വേണ്ടി കഴിഞ്ഞു. ഈ ഒരു എഗ്രിമെൻറ്റ് ഒരു പർട്ടിക്കുലർ ലിമിറ്റിനുള്ളിൽ റബ്ബറിൻ്റെ വിലയെ പിടിച്ചു നിർത്താനായിട്ട് ഈ എഗ്രിമെൻ്റ് കൊണ്ട് കഴിഞ്ഞു. അതായത് റബ്ബറിൻ്റെ വിലയിലുണ്ടായ ഇടിവിനെ പിടിച്ചു നിർത്താൻ വേണ്ടി ഈ ഒരു എഗ്രിമെൻ്റ് കൊണ്ട് സാധിച്ചു എന്ന് ആണ് ചുരുക്കം. ഈ എഗ്രിമെൻറ്റിന് കൺസ്യൂമർ കൺട്രീസിൻ്റെയും അതുപോലെ തന്നെ പ്രൊഡ്യൂസർ കൺട്രിയുടെയും ഒരു വലിയ സപ്പോർട്ട് കിട്ടിയൊരു എഗ്രിമെൻറ്റ് തന്നെയായിരുന്നു. നാച്ചുറൽ റബ്ബറിന് ഇൻ്റർനാഷണൽ ലെവലിൽ ഒരു പ്രൈസ് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുക എന്നുള്ളതാണ് ഈ എഗ്രിമെൻറ്റിൻ്റെ ലക്ഷ്യം. ഇപ്പം റബ്ബറിൻ്റെ വിലയിലുണ്ടായ ആ ഒരു വൻ ഇടിവിനെ സ്റ്റെബിലൈസ് ചെയ്ത് പ്രൈസിനെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടുള്ള എഗ്രിമെൻ്റ് ആയിരുന്നു ഇൻ്റർനാഷണൽ റബ്ബർ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. പിന്നെ ഓരോ 18 മാസം കൂടുമ്പോഴും പ്രൈസിനെക്കുറിച്ചൊരു റിവ്യൂ നടത്താനൊക്കെ ഈ എഗ്രിമെൻ്റ് കൊണ്ട് കഴിഞ്ഞു. അപ്പം അതിൽ വേണ്ട മാറ്റങ്ങൾ വരുത്താനും ഒക്കെ കഴിഞ്ഞു. റബ്ബറിൻ്റെ വിലയെ ഒരു പരിധിക്കുള്ളിൽ നിർത്തുക എന്നുള്ളത് ആയിരുന്നു ഈ ഒരു എഗ്രിമെൻറ്റിൻ്റെ ലക്ഷ്യം. അത് ഈ എഗ്രിമെൻ്റ് കൊണ്ട് സാധിക്കുകയും ചെയ്തു. ഈ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് വിജയിച്ച ഒരു എഗ്രിമെൻ്റ് ആയിരുന്നു എന്ന് നമുക്ക് പറയാം. അടുത്തതാണ് ഇൻ്റർനാഷണൽ ഷുഗർ എഗ്രിമെൻറ്റ്. ഇൻ്റർനാഷണൽ ഷുഗർ എഗ്രിമെൻറ്റിനെ ISA എന്നാണ് വിളിക്കുന്നത്. അതിൽ പറയുന്നത് പോസ്റ്റ് വാർ പീരീഡിൽ 4 ഇൻ്റർനാഷണൽ ഷുഗർ എഗ്രിമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. ആദ്യത്തെ എഗ്രിമെൻറ്റ് 1954 നിലവിൽ വന്നു, രണ്ടാമത്തേത് 1959 വന്നു, പിന്നെ 1960, 1962 ഇങ്ങനെ കാലഘട്ടങ്ങളിൽ അങ്ങനെ 4 എഗ്രിമെൻറ്റ്സ് ആണ്, ഷുഗർ എഗ്രിമെൻറ്റ്സ് ആണ് പോസ്റ്റ് വാർ പീരീഡിൽ ഉണ്ടായത്. അതിനകത്ത് ISAയുടെ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ ഷുഗറിനെ പറ്റിയും ഷുഗറിൻ്റെ ട്രേഡിങ്ങിലൂടെ വേൾഡ് ഇക്കണോമിയെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നൊക്കെയുള്ള വഴികളെക്കുറിച്ച് ഇൻ്റർ ഗവൺമെൻറ്റൽ കൺസൾട്ടേഷൻസിന് ഒരു ഫോറം പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഈ ISAയുടെ ഉദ്ദേശം. അതുപോലെ തന്നെ ഒരു ഫ്ലോർ പ്രൈസ് അല്ലെങ്കിൽ ഒരു സീലിംഗ് പ്രൈസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. എന്തിന്? ഷുഗറിന്. അപ്പം അതുപോലെ തന്നെ മെമ്പർ കൺട്രീസിലേക്ക് ഈ ഷുഗറിൻ്റെ എക്സ്പോർട്ടിനെ പ്രൊമോട്ട് ചെയ്യുക. ഇതൊക്കെയായിരുന്നു ISAയുടെ ലക്ഷ്യം. പിന്നെ ഷുഗറിൻ്റെ ഡിമാൻഡ് കൂട്ടുക, അങ്ങനെയൊക്കെയായിരുന്നു ഇതിൻ്റെ ലക്ഷ്യങ്ങൾ. പക്ഷേ ഈ എഗ്രിമെൻ്റ് വേണ്ടത്ര വിജയിച്ചില്ല എന്നാണ് പറയുന്നത്. അടുത്തൊരു എഗ്രിമെൻ്റാണ് ഇൻ്റർനാഷണൽ ടിൻ എഗ്രിമെൻറ്റ്. ഇൻ്റർനാഷണൽ ടിൻ എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ 1954 ഈ എഗ്രിമെൻ്റ് കൺക്ലൂഡ് ചെയ്തു. പക്ഷേ ഒരു 1956 ഒക്കെ ആയപ്പോഴാണ് ഈ ഒരു എഗ്രിമെൻ്റ് നിലവിൽ വന്നത്. ഇത് ബഫർ സ്റ്റോക്ക് എന്ന് പറഞ്ഞ ബഫർ സ്റ്റോക്കിൻ്റെയും എക്സ്ചേഞ്ച് കൺട്രോളിൻ്റെയും ഒരു മിക്സ്ചർ ഫോമാണ്. ഇതിനകത്തുണ്ടായിരുന്ന 3 പ്രമുഖമായ കൺട്രീസ് ഇതിനകത്തുനിന്ന് പിന്മാറി. അമേരിക്കയും പിന്നെ മറ്റ് 2 രാജ്യങ്ങളും ഈ എഗ്രിമെൻറ്റിൽ നിന്ന് പിന്മാറുന്നത് വരെ ഈ ഒരു എഗ്രിമെൻറ്റിന് നല്ലൊരു വാല്യൂ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ വില ഒരു പരിധിക്ക് പുറത്ത് പോകുമ്പോൾ ഉണ്ടായ ഒരു പ്രൈസ് ഫ്ലക്ച്വേഷനെ നേരിടാൻ വേണ്ടിയിട്ട് ഈ എഗ്രിമെൻറ്റിന് കഴിഞ്ഞില്ല. അതായത് പ്രൈസ് ഫ്ലക്ച്വേഷൻസിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പിടിച്ചു നിർത്താനായിട്ട് ഈ എഗ്രിമെൻറ്റിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഈ എഗ്രിമെൻറ്റ്
ഫെയിലായി പോകാനുള്ളൊരു കാര്യം. അതായത് പ്രൈസ് കൂടിയപ്പോൾ ഉണ്ടായ ഫ്ലക്ച്വേഷൻസിനെ നിയന്ത്രിക്കാനായിട്ട് ഈ ഒരു എഗ്രിമെൻ്റ് കൊണ്ട് കഴിയാഞ്ഞത് കൊണ്ട് തന്നെ ഈ എഗ്രിമെൻ്റ് ഒരു ഫ്ലോപ്പ് ആയിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. അടുത്തൊരു എഗ്രിമെൻ്റാണ് ഇൻ്റർനാഷണൽ കൊക്കോ എഗ്രിമെൻറ്റ്. അതിനകത്ത് പറയുന്നത് ഈ എഗ്രിമെൻറ്റിൻ്റെ മെയിനായിട്ടുള്ള പർപ്പസ് ഗ്ലോബൽ ബേസിൽ കൊക്കോയുടെ പ്രൊഡക്ഷനും അതുപോലെ തന്നെ കൺസംഷനും പ്രൊമോട്ട് ചെയ്യുക, അതുപോലെ കൊക്കോയുടെ പ്രൈസിനെ സ്റ്റെബിലൈസ് ചെയ്ത് നിർത്തുക. ഇതായിരുന്നു ഇൻ്റർനാഷണൽ കൊക്കോ എഗ്രിമെൻറ്റിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഈ എഗ്രിമെൻറ്റ് ഉണ്ടായത് 1973 മുതൽ 76 വരെയുള്ള കാലഘട്ടത്തിലാണ്. കൊക്കോയുടെ പ്രൈസിനെ സ്റ്റെബിലൈസ് ചെയ്യുക, അതുപോലെ തന്നെ കൊക്കോയുടെ പ്രൊഡക്ഷൻ ആൻഡ് കൺസംഷനെ പ്രൊമോട്ട് ചെയ്യുക, ഇതാണ് ഇതിൻ്റെ ലക്ഷ്യം. അടുത്തൊരു എഗ്രിമെൻ്റാണ് ഇൻ്റർനാഷണൽ വീറ്റ് എഗ്രിമെൻറ്റ്. അതിനെക്കുറിച്ച് പറയുമ്പം ഈ ഒരു എഗ്രിമെൻറ്റ് മൾട്ടിലാറ്ററൽ കോൺട്രാക്റ്റ് സിസ്റ്റമാണ്. ആദ്യത്തെ ഇൻ്റർനാഷണൽ വീറ്റ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തത് 1949 ഇതിൻ്റെ ഒരു ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടിംഗ് കൺട്രീസ് വീറ്റിൻ്റെ സപ്ലൈ ഉറപ്പാക്കുക. ഇമ്പോർട്ടിംഗ് കൺട്രീസിൽ വീറ്റിൻ്റെ സപ്ലൈ ഉറപ്പാക്കുക. അതുപോലെ തന്നെ എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യത്തിലേക്ക് ഇക്വിറ്റബിൾ ആയിട്ടുള്ളതും സ്റ്റേബിളായിട്ടും ഉള്ള ഒരു വിലയിൽ വീറ്റിനെ എത്തിക്കുക. ഇതായിരുന്നു ഇൻ്റർനാഷണൽ വീറ്റ് എഗ്രിമെൻറ്റിൻ്റെ ലക്ഷ്യം. അതായത് ഇമ്പോർട്ടിംഗ് കൺട്രീസിന് സപ്ലൈ ഉറപ്പാക്കി കൊടുക്കുക, എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യം ഏതാണോ അവർക്ക് ഇക്വിറ്റബിൾ ആൻഡ് സ്റ്റേബിൾ ആയിട്ടുള്ള പ്രൈസിൽ വീറ്റ് എത്തിച്ചു കൊടുക്കുക. ഇതാണ് ഇൻ്റർനാഷണൽ വീറ്റ് എഗ്രിമെൻറ്റിൻ്റെ ലക്ഷ്യം. അടുത്ത എഗ്രിമെൻ്റാണ് ഇൻ്റർനാഷണൽ ഒലിവ് ഓയിൽ എഗ്രിമെൻറ്റ്. അതെന്ന് പറഞ്ഞാൽ 1956 1963 ഇൻ്റർനാഷണൽ ഒലിവ് ഓയിൽ എഗ്രിമെൻറ്റ്സ് ഉണ്ടായിരുന്നു. 1955 UN കീഴിൽ 11 മെമ്പേഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരു എഗ്രിമെൻ്റ് ആയിരുന്നു ഒലിവ് ഓയിൽ എഗ്രിമെൻറ്റ്. അതിൽ 9 പേര് എക്സ്പോർട്ടിംഗ് കൺട്രീസും 2 പേര് ഇമ്പോർട്ടിംഗ് കൺട്രീസും ആയിരുന്നു. 1963 ഇൻ്റർനാഷണൽ ഒലിവ് ഓയിൽ കൗൺസിൽ എന്ന് പറയുന്ന ഒരു കൗൺസിൽ രൂപപ്പെട്ടു. ഈ കൗൺസിൽ രൂപീകരിച്ചത് ഒലിവ് ഓയിലിൻ്റെ മാർക്കറ്റിനെ കുറിച്ച് പഠിക്കാനും അതുപോലെ അതിൻ്റെ പ്രൊഡക്ഷൻ, അതുപോലെ അതിൻ്റെ പ്രൈസിങ്, ഇതിനെക്കുറിച്ചൊക്കെ തീരുമാനത്തിലെത്താനൊക്കെ വേണ്ടിയിട്ട് രൂപീകരിച്ചൊരു കൗൺസിലാണ് ഇൻ്റർനാഷണൽ ഒലിവ് ഓയിൽ കൗൺസിൽ. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇൻ്റർനാഷണൽ കമ്മോഡിറ്റി എഗ്രിമെൻറ്റ്സിനെ കുറിച്ചും അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് എന്തൊക്കെയാണെന്നും മേജറായിട്ടുള്ള എഗ്രിമെൻറ്റ്സ് ഏതൊക്കെയാണെന്നും നോക്കി. ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഓൾ ഓപ്ഷൻ ഇനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം.